കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് ദിവസങ്ങളായി അവിടെ വെള്ളമില്ല എന്ന പരാതി ഉൾപ്പെടെ രോഗികൾ ഉന്നയിക്കുകയാണ്. അതിനിടയിലാണ് വലിയ പ്രതിസന്ധി മതിമേഖലയിൽ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ അരുൺ സംഘ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ MC റോഡിലായിരുന്നു, വലിയ പ്രതിസന്ധി MC റോഡിലുണ്ടായിരുന്നു. തിരുവല്ലയുടെ പരിസര മേഖലകളിൽ അപ്പർ കുട്ടനാട്ടിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. ജാഗ്രതയിൽ തുടരുകയാണ്. അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് സ്ഥിതി? എന്താണ് ഇപ്പോൾ ഈ വൈകുന്നേരം ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനത്തെയും ഒഴിപ്പിക്കലിൻ്റെയും ഭാഗമായൊക്കെ സംഭവിക്കുന്നത്? തിരുമൂലപുരത്ത് MC റോഡിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് അകത്തേക്ക്, തിരുമൂലപുരത്തിന്റെ അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. നമ്മൾ ചെറിയൊരു വള്ളത്തിലാണ് കയറിയിരിക്കുന്നത്. ഇത് റോഡാണ്, ഈ വള്ളം പോകുന്നത് റോഡാണ്. ആ റോഡിലാണ് ഇത്രയും ഉയരത്തിൽ വെള്ളം ഉയർന്നു കിടക്കുന്നത്. സമീപത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വീടിന്റെ മുകളിലൊക്കെ നിൽക്കുകയാണ്. താഴേക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല. എന്തായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. എവിടെ താമസിക്കുന്നേ? हिंदी है ना? आप कहाँ रहता है? उधर भी पानी है? अभी क्या करेगा? वो दूसरी जगह पे होता है. जगह गया? ठीक है. ഇവർ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുവാണ്. കാജാറേ അവരങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു. ചേട്ടാ, എവിടെ പോയതാ? കൊടുത്തോ? ആൾക്കാർക്ക് ഉണ്ടോ? ഉണ്ട്. അതെ, നമുക്ക് ഇല്ല. അപ്പൊ ഈ ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയുക അരയോളം വെള്ളത്തിലാണ്. ചേട്ടാ, എവിടെ പോയിട്ട് വരുവാ? സുഹൃത്തിന്റെ വീട്ടിൽ. സുഹൃത്ത് സേഫാണോ? സേഫാ. അവര് പുറത്തേക്ക് വരുന്നില്ല? ഇല്ല, അവിടെ വെള്ളം കയറത്തില്ല. എന്റെ വീട് അങ്ങ് തെങ്ങേലി, അങ്ങ് പടിഞ്ഞാറ്. അങ്ങനെ പതുക്കെ പോണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം നമ്മുടെ കണ്ണെത്തുന്നത് വരെ ഇങ്ങനെ വെള്ളം പൊങ്ങി തന്നെ കിടക്കുകയാണ്. ഇത് റോഡാണ്, ഈ റോഡിൽ കൂടെയാണ്. ഇപ്പം വശങ്ങളിലൊക്കെ വീടുകൾ കാണാം. ആ വീടുകളുടെ ഒരു അരഭിത്തി ഉയരത്തിലാണ് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നത്. ആളുകളൊക്കെ തന്നെ അവിടെ ഉണ്ട്. ചേട്ടാ, ചേട്ടാ എത്ര നേരമായിട്ട് ഈ വഞ്ചി സർവീസ് നടത്തുന്നുണ്ട്? ഒരുപാട് പേരെ കരകയറ്റിയോ? കയറ്റി. ചേട്ടാ 2 ദിവസമായിട്ട് ഇങ്ങനെ ഈ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട് നമുക്ക് കാണാൻ കഴിയും. ആ വീട്ടിൽ അരഭിത്തിയോളം വെള്ളം കയറി കിടക്കുകയാണ്. അതിന്റെ മുകളിൽ ആളുണ്ടെന്നാണ് തോന്നുന്നത്. എന്തുമാത്രം സാധനങ്ങൾ നശിച്ചിട്ടുണ്ടാകുന്നത് നമുക്ക് ഈ വെള്ളം ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ചേച്ചി, എങ്ങോട്ട് പോകുന്നില്ലേ? ഇവിടെ തന്നെ ഇരിക്കുക. തിരിച്ചു വരുമ്പോ താഴോട്ടിറങ്ങും. ഇല്ലല്ലോ, വെള്ളമാ. താഴോട്ടിറങ്ങാൻ കഴിയില്ല, മുകളിൽ തന്നെ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അവിടെ സേഫാണ്. ചേട്ടാ, സേഫാണോ? സേഫാ. ഇനി വെള്ളം കൂടുവോ? ഇനി എത്ര ദിവസം എടുക്കും ഇറങ്ങാൻ? 4 ദിവസം ഇങ്ങനെ നിൽക്കും. ആ ചേട്ടൻ പറഞ്ഞു 4-5 ദിവസം പിടിക്കും ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട്. അതുവരെ ഞങ്ങൾ മുകളിൽ തന്നെ ഇരിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ വീടിന്റെ 2ാം നിലയിലാണ് ഇങ്ങനെ ആളുകൾ താമസിക്കുന്നത്. അതൊരു റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിസ്ക് ആണ്. അതെ, ഈ ഒരു ദൃശ്യം നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാൻ കഴിയും. വീടിന്റെ ഒരു അവസ്ഥ നോക്കൂ. ഒരു ഡോക്ടറിന്റെ വീടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീട്ടിൽ വെള്ളം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആ വെള്ളത്തിൽ ആ വീട് മുങ്ങിപ്പോയെന്ന് വേണമെങ്കിലും പറയാം. ഒരു ക്ലിനിക്കാണെന്നാണ് തോന്നുന്നത്, മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ എങ്ങനെയാണ്? സമീപത്തെ വീടുകളെല്ലാം തന്നെ. ചേട്ടാ, എന്താ വെള്ളം ഉയർന്നോണ്ടിരിക്കുവാണോ? കൂടുന്നില്ല. എല്ലാരും ഇവിടെ തന്നെ ഇരിക്കുവാണോ? അല്ല, സേഫാണ് ഇവിടെ. കുറച്ചു പേരൊക്കെ അങ്ങോട്ട് വരാം. അവിടേക്ക് അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് ഇറങ്ങാം. അങ്ങോട്ട് അടുപ്പിക്കാം. നമുക്ക് ആ വീട്ടുകാരോട് സംസാരിക്കാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ പറ്റും. ഇറങ്ങാൻ പറ്റത്തില്ല, അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ഇറങ്ങട്ടെ. എങ്ങനെയുണ്ട്? എത്ര ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്? എത്ര ദിവസമായിട്ട്? 2 ദിവസമായിട്ട്. 2 ദിവസമായിട്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കുക. രാത്രി ഉറങ്ങാനൊന്നും പേടിയില്ലേ? പേടിയൊന്നുമില്ല. നിങ്ങളെ കൂടുള്ളവരൊക്കെ ക്യാമ്പിലേക്ക് നിങ്ങൾ പോയോ? ആരെങ്കിലും ഒക്കെ
ഭക്ഷണമൊക്കെ എങ്ങനാ? ചിലപ്പോ ഞങ്ങൾ റോഡിൽ ആരെങ്കിലും മേടിക്കാൻ പോവാണെങ്കിൽ അവർ കൊണ്ടുതരും. ആണോ? ഇദ്ദേഹമൊക്കെയാണോ ഭക്ഷണം കൊണ്ട് തരുന്നേ? അവന് വള്ളത്തേല് അവിടുന്ന് മേടിച്ചോണ്ട് വരും. മറ്റാളുകളൊന്നും വരുന്നില്ല? വേറെ ആരും റവന്യൂ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയുള്ള ആരും ഒരു മനുഷ്യരും വന്നു. വേറെ ആരും വന്നിട്ടില്ല? നാട്ടുകാർ തന്നെ സഹായം? നാട്ടുകാർ മാത്രമേ ഉള്ളൂ. അല്ല, ഈ ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? സുജിത്ത്. ഈ സുജിത്തേട്ടനാണ് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ തോന്നുന്നു. എന്തായാലും സേഫ് ആയിട്ടിരിക്കണം കേട്ടോ. ശരി, അവർ സേഫ് ആണെന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല. 2 ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. ഇനിയും 3-4-5 ദിവസം ഇതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എങ്ങോട്ടേക്ക് പോയാലും ഈ വീടുകളെല്ലാം ഇതൊക്കെ തന്നെയാണ്, സമാന അവസ്ഥകളാണ്. കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉയരത്തിൽ പണിഞ്ഞിട്ടുള്ള കടകളുണ്ട്, അതിനകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഇതാണ് പൊതുവിൽ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലും നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. കറണ്ടില്ലേ? കറണ്ട് ഇല്ല. ഇവിടെ കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ലൈൻ ഓഫ് ചെയ്യാനുള്ള ഓഫ് ചെയ്തിടും. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാണാം. ഒരു വീട്ടിലേക്ക് കയറണമെങ്കിൽ വേഗം കയറാൻ പറ്റുന്നൊരവസ്ഥയാണ്. അല്ലേ, ഇവിടെ നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു വീട് നന്നായിട്ട് മുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് എപ്പോൾ ഇറങ്ങും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഇറങ്ങിയാൽ മാത്രമേ ഇവർക്കൊക്കെ വീട്ടിലേക്ക് തിരികെ വരാൻ കഴിയൂ. അപ്പോൾ അതോടൊപ്പം തന്നെ മുകളിലിരിക്കുന്നവർക്ക് താഴോട്ട് വരാൻ കഴിയും. ഇവരുടെയൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം താഴത്തുനിലേക്ക് മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെ മുകളിൽ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് അവിടെ ഒരു വീട്ടിൽ ആളുകളുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ഇരിക്കാൻ പറ്റും. അവരുടെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അകത്ത് 2 വീടുകളുണ്ട്. ആ 2 വീടുകളിലും ആളുകളുണ്ട്. ആ വീടുകളിൽ അത്രയും വെള്ളം കയറിയിട്ടില്ല. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പ്രയാസമാണ്. നമുക്ക് അവരുടെ ഒരു അവസ്ഥ കൂടി ചോദിച്ചറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവിടൊക്കെ താഴെ ഇറങ്ങി നിൽക്കാൻ കഴിയില്ല. താഴെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളത്തിലല്ലാതെ നടന്നു വരുന്നത് റിസ്ക്കാണ്. നമുക്ക് കുറച്ചുകൂടി ആ വീടിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയും. ഇവിടെ അങ്ങനെ ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളെല്ലാം മുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പൊതുചിത്രം. നേരത്തെ നമ്മൾ MC റോഡിലെ അവസ്ഥയാണ് കണ്ടത്. MC റോഡിന് അകത്തേക്കുള്ള വഴിയിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിൽ 100 കണക്കിന് വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയുള്ളത്. നമുക്ക് ആ വീട്ടിലേക്ക് കയറിച്ചല്ല. 1-2 വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് കയറിച്ചല്ല. അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് നേരിട്ട് ചോദിക്കാം. ഒരു പ്രായമായ ആളുകളൊക്കെ തന്നെ 2ാമത്തെ നിലയിൽ ഇരിപ്പുണ്ട്. ഈ എന്തെങ്കിലും ആശുപത്രി ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ നേരിടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ മറ്റ് സർക്കാർ സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ലെന്നുള്ളതാണ്. നമുക്കതും ചോദിച്ചു നോക്കാം. അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. സർക്കാർ സംവിധാനങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. ഇത്രയും ആളുകൾ ഈ പ്രതിസന്ധി നേരിടുമ്പോൾ അവരെ വന്ന് സഹായിക്കാനും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ഉറപ്പുവരുത്താനും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അതുണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചേട്ടാ, എന്താ അവസ്ഥ? ഇങ്ങോട്ടൊന്ന് ഇറങ്ങാമോ? ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? അല്ലെ അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് കുട്ടികളൊക്കെ ഉണ്ട്. അകത്ത് കയറിയിരുന്നോ വെള്ളം? ഇല്ല, ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് ചേച്ചി, ഇതിന് ഇത്രയും വെള്ളം ഇനി കയറിയിരുന്നോ? അല്ല, ഇത്രയും കയറി. കുറച്ചുണ്ടായിരുന്നു, കുറഞ്ഞു. ഇവിടെയൊക്കെ വള്ളത്തിൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും വീട്ടില്? അല്ല, വീട്ടിലേക്ക് ആരെങ്കിലും വള്ളത്തിൽ വന്നിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ലോറിയിൽ ഒരു കൂട്ടർ പോയി. എന്തായാലും നമ്മൾ ആ ചേച്ചിയുടെ അടുത്തേക്ക് എത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഇവിടെ വീടിന് ചുറ്റും വെള്ളമാണ്. ഈ ഏരിയയിൽ കുറച്ചെങ്കിലും വെള്ളം കുറവുള്ള, അതായത് വീട് അധികം മുങ്ങിപ്പോകാത്തൊരു വീട് ഇത് മാത്രമാണുള്ളത്. ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് അടുപ്പിച്ചേക്കാം.
ചേച്ചി ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കോ. ആ ഇവിടെ 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 ഇറങ്ങണോ? ഇങ്ങോട്ട് വാ, ഇവിടേക്ക് ഇവിടേക്ക്. എന്താ എത്ര ദിവസമായിട്ട് ഇങ്ങനെ വെള്ളം കിടക്കുന്നത്? 2 ദിവസമല്ലേ? 2 ദിവസമായി. 2 ദിവസമായിട്ട്. പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, ഇവിടെ മൊത്തം വെള്ളം, ചുറ്റും എല്ലാം വെള്ളം. ഭക്ഷണം വീട്ടിലുള്ളത് കഴിക്കുന്നു. ആരും കൊണ്ടു തന്നിട്ടില്ല? ഇല്ല, ആരും കൊണ്ടുതരാനാ? ഈ റവന്യൂ ഉദ്യോഗസ്ഥരോ അങ്ങനെ ഒന്നുമില്ല. ആരും കൊണ്ടുവന്നിട്ടില്ല? ഞങ്ങളുടെ വീട്ടിലുള്ളത് കഴിക്കുന്നു. അല്ല, പഞ്ചായത്തുകാരും ആരും ഒന്നും വന്നില്ല? അല്ല, അവരങ്ങനെ വരേണ്ടതല്ലേ നമ്മളിങ്ങനെ പ്രയാസപ്പെടുമ്പോ? ആരും വന്നിട്ടില്ല. ഇവിടുത്തെ MLA MP അങ്ങനെയുള്ള ആൾക്കാരും ആരുമില്ല, ഞങ്ങൾ മാത്രം. ഒത്തിരി ഉള്ളൂ. ഇപ്പൊ ഒരുപാട് വീടുകളുണ്ടല്ലോ ഇവിടെ. അങ്ങോട്ടെല്ലാം ഉണ്ട്. ക്യാമ്പ് തുറന്നിട്ടില്ലേ? ഉണ്ട്. കുറ്റൂര് ക്യാമ്പ്. അങ്ങോട്ട് വിളിച്ചിരുന്നു? അങ്ങോട്ട് ഇല്ല, പോകുന്നില്ല. ആ, എങ്ങനെ പേടിയൊന്നുമില്ല രാത്രി കിടന്നുറങ്ങാൻ? കറണ്ട് ഇല്ല, അതാണ് പ്രശ്നം. വെട്ടമില്ല, വെളിച്ചമില്ല, ആറ്റില്ല, ഒന്നുമില്ല. എല്ലാ വർഷവും ഇങ്ങനായിരുന്നു അവസ്ഥ? ആ, എല്ലാ വർഷം ഉണ്ടല്ലേ? ഇങ്ങനെയൊക്കെ തന്നെ. പരിഹാരമൊന്നുമില്ല? ഒന്നുമില്ല. മണിമേലയാറ് വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, വെള്ളമുണ്ട്. മോനെ സ്കൂളിൽ പോകണ്ടല്ലോ അല്ലേ? അവധിയാ? എങ്ങനെയുണ്ട് വെള്ളപ്പൊക്കം? പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, നമുക്കൊക്കെ വേണം. പിള്ളേരെ ആസ്വദിക്കൂല്ലേ? അവർക്ക് സ്കൂളിൽ പോകണ്ട. അതാണ്. അപ്പോൾ ഇവിടെ ചേച്ചി പറഞ്ഞത് ഇവർക്ക് ഭക്ഷണമായിട്ട് ഒന്നും ആരും കൊണ്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വീട്ടിലുള്ളതൊക്കെ വെച്ച് കഴിക്കുകയാണ്. അതൊരു പ്രയാസം തന്നെയാണ് അല്ലേ? കുഴപ്പമില്ല. ഇനി 3 ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ ആരും അങ്ങനെ ബന്ധപ്പെട്ടവരാരും വന്നിട്ടില്ലെന്നുള്ളത് ഒരു ആക്ഷേപം തന്നെയാണ്. ഇത്രയും മേഖലയിൽ വെള്ളം കയറി കിടക്കുമ്പോൾ, ഇത്രയും ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഇവിടെ കാര്യത്തിരിഞ്ഞ് നോക്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമായിട്ട് ഉയരും. അവർക്ക് ആ സഹായത്തിനായി ആരും വന്നിട്ടില്ല. ഇപ്പോൾ ഈ ചേട്ടന്റെ കൂട്ട്, സുജിച്ചേട്ടന്റെ കൂട്ട് പല പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എങ്ങനെയാ അവിടെ കഴിയുന്നേ? കഴിയുന്നു. ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ എടുത്തോ? വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് മൂളി വെച്ചില്ലേ? അവിടുത്തെ മുകളിലേക്ക് കയറ്റിയോ? അകത്ത് കയറിയില്ല. ഇതൊക്കെ അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവിടുത്തെ ചേട്ടനും കൂടെ നിൽപ്പുണ്ട്. ആ ചേട്ടൻ്റെ അടുത്തും കൂടെ ഉള്ളിൽ ചോദിക്കാം. ആ ചേട്ടൻ പറയുന്നത് ഇവിടെ എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. മണിമലയാറ് കവിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടൊക്കെ വെള്ളം കയറും. അങ്ങനെ പല വീടുകളുടെ മുകളിലുമാണ് ആൾക്കാർ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. ഈ 2 വീട് ഇപ്പോൾ കണ്ടിട്ടുള്ളതിൽ ഈ 2 വീടാണ് താഴത്തെ നില ഉപയോഗിക്കാൻ കഴിയുന്നത്. മറ്റുള്ള വീടുകളിലെല്ലാം തന്നെ ആ താഴത്തെ നില പൂർണ്ണമായിട്ടും മുങ്ങിക്കിടക്കുകയാണ്. അവിടെയുണ്ട്. തിരുമൂലപുരത്ത് ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടൻ ഒന്ന് അടുപ്പിച്ചേക്ക്. പോട്ടെ, ഒരു നിമിഷം, കുറച്ചും കൂടെ. എന്താ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ സഹായിക്കാനൊന്നും ആരും വന്നിട്ടില്ല ഇന്നുവരെ. ഇന്നുമില്ല, പണ്ടുമില്ല. ഇവിടുത്തെ വർഗീസ് മാമൻ ആരും വന്നിട്ടില്ല? ഇല്ല, റവന്യൂ ആരുമില്ല ഇവിടെ. പഞ്ചായത്ത് ഇല്ല, ആരുമില്ല. ഭക്ഷണമൊക്കെ ഉള്ളത് വെച്ച് കഴിക്കാം. ഇപ്പം ഇനി തീരുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ക്യാമ്പിലേക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടോ? ഇവിടുന്ന് അങ്ങനെ അധികം പേര് പോയിട്ടില്ല. ഇവിടെ കുറെ ഇന്ത്യക്കാരെല്ലാം പോയിട്ടുണ്ട്, അല്ലാതെ വേറെ അധികം ആൾക്കാരൊന്നും പോയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാരെ വിളിക്കണം. ഇതിപ്പോ ഒരാൾ വെള്ളമുണ്ട് പെരക്കകത്ത്. ഇതാ അത് കുറച്ചൊക്കെ പോക്കി. ഒരാൾ വെള്ളമുണ്ട് അതിനകത്ത്. ഈ വീടിനുള്ളിൽ ഒരാൾ വയനാട്ടിലെ വെള്ളത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരാൾ പൊക്കത്തിലെ വീടിനുള്ളിൽ വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. വീടിന് താഴത്തെ നിലയിലെ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, അങ്ങനെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇവർക്ക് എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കിണറാണ് കാണുന്നത്. അത് വലിയൊരു അപകട മേഖലയാണത്. കാര്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. അവിടെ കിണറാണുള്ളത്. അപ്പം ഈ വഴിയെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ വള്ളത്തിൽ വരുന്നത്. സാധാരണ ആൾക്കാരൊക്കെ വണ്ടിയിലാണ് വരുന്നത്. പക്ഷേ നമുക്കതൊരു അങ്ങോട്ട് വള്ളത്തിൽ പോകാൻ കഴിയും. പക്ഷേ അവരുടെ അവസ്ഥ ഒരു പ്രതിസന്ധിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ സാമഗ്രികളൊക്കെ ഉണ്ട്, പക്ഷേ തീർന്നു കഴിഞ്ഞാൽ ആളുകൾ എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഇതുവരെയും ആരും
ബന്ധപ്പെട്ടിട്ടില്ല. റവന്യൂ അധികാരികളാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവരെന്തായാലും അവരുടെ കെൽപ്പനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഈ വള്ളം തുഴയുന്ന സുചേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ പല ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കുന്നുണ്ട്. ഭക്ഷണ സാമഗ്രികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വള്ളം കൂടിയാണിത്. ശരി, തിരുമൂലവാരത്ത് നിന്നാണ് ഇപ്പോൾ തത്സമയം അരുൺ ശങ്കർ വിവരങ്ങൾ നൽകിക്കൊണ്ട് വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിൽ. റോഡിലൂടെയാണ് വള്ളം ഇപ്പോൾ പോകുന്നത്, വള്ളത്തിലാണ്. അവിടുത്തെ സാഹചര്യം എന്താണ് എന്നത് അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നു, മാതൃഭൂമി ന്യൂസ് സംഘം റിപ്പോർട്ട് ചെയ്യുന്നു.